ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി കേന്ദ്രം തരേണ്ടുന്ന പണം ഉണ്ടായിരുന്നു, നമുക്ക് അവകാശപ്പെട്ടതാണ്. അതത്രയാ 817 കോടി ഉറുപ്പിക, ഒറ്റ പൈസ തന്നില്ല. ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നുള്ളത് ശരിയാ. ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ BJP പ്രസിഡന്റ് കയറി സ്റ്റേജിൽ മേലെ ഇരുന്നു എന്നുള്ളതും ശരിയാണ്. അതിൻ്റെ അപ്പുറം ഒരു ശരിയുമില്ല. ഒരു നയാ പൈസ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇതിവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സമരത്തിൽ, BJP സമരത്തിൽ, എല്ലാം പ്രക്ഷോഭത്തിൽ, പോലീസ് സ്റ്റേഷൻ അക്രമം, കലാപം, അതിനെ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് വന്നപ്പോൾ ആ സമരം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോഴും ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ പദ്ധതിയേ ഉണ്ടാവില്ല, വഴിക്ക് വെച്ച് ഇട്ടേച്ച് പോവുകയായിരുന്നു. നാഷണൽ ഹൈവേ ഈ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഈ 66 നാഷണൽ ഹൈവേ ഉണ്ടോ? UDF ഉമ്മൻചാണ്ടി വെച്ച് പോയതല്ലേ. കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി ലൈൻ കൊച്ചിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം വഴിക്ക് വെച്ച് അവസാനിപ്പിച്ചതല്ലേ. ഗേൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗ്യാസ് ലൈൻ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകേണ്ടത്, കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്ത് കൊണ്ടുപോകേണ്ട ലൈൻ നിങ്ങൾ അവസാനിപ്പിച്ചതല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും നിശ്ചയദാർഢ്യമുള്ളൊരു മുഖ്യമന്ത്രിയും കേരളത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട്, അതിന് ജനങ്ങളുടെ പിന്തുണ നേടാനായി എന്നുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പദ്ധതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ സഖാവ് പിണറായി പറയുന്നത് പോലെ അതും സാധ്യമായി എന്ന് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു, അതും ശരിയായി, എല്ലാം ശരിയാവും. ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സാമ്പത്തിക ഉപരോധത്തോടെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിലുള്ള മറുപടിയാണത്. നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടുന്ന ഫണ്ട് തന്നില്ല എങ്കിലും ആ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കടം തരാം എന്നാണ്. ഇപ്പോൾ കടം എവിടുന്നാണ് വാങ്ങിക്കൂടാത്തത്? കേന്ദ്ര ഗവൺമെൻറ് തന്നെ കടം വാങ്ങണമെന്നുണ്ടോ? അപ്പോൾ കടം തരാമെന്ന് പറഞ്ഞിട്ട് കടം മാത്രമേ തരുന്നുള്ളൂ. പിന്നെ UDFൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ വലിയ തർക്കതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിടണം, ഉമ്മൻചാണ്ടിയാണ് കരാറുണ്ടാക്കിയത്. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ അന്നും ഇന്നും ഒരേ നിലപാടാണ് എടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് സ്വകാര്യവൽക്കരണമാണ്, സ്വകാര്യവൽക്കരണം. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, നമ്മുടെ കൊച്ചി വിമാനത്താവളം പോലെ പൂർണ്ണമായി ഗവൺമെൻറ് നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അതിനാണ് നായനാരുടെ ഗവൺമെൻറ് ശ്രമിച്ചത്, അതിനാണ് VSൻ്റെ ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്തത്. അതിൻ്റെ തുടർച്ചയിൽ വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് 4ാമത്തെ കൊല്ലം ഈ കരാറുണ്ടാക്കി ലാഭത്തിൻ്റെ 1% നമുക്കും 99% അദാനിക്കും. കേട്ടോ, നമുക്കെത്ര, ഗവൺമെൻറ്റിന് എത്ര? 1%. നമ്മൾ ചിലവാക്കിയതോ? നമ്മളിപ്പോഴേ 6000-ഓളം കോടി ഉറുപ്പിക നമ്മൾ ചിലവാക്കി. കേരള ഗവൺമെൻറ് ഈ സമ്പത്ത് ഇല്ലാത്ത സമയത്ത് 2500-ഓളം കോടി ഉറുപ്പിക അദാനി ചിലവാക്കി. അങ്ങനെ തുറമുഖം വന്നു. ലാഭവിഹിതം കണക്ക് കൂട്ടുമ്പോൾ 99% അദാനിക്കും, 1% നമുക്കും. നമ്മൾ ഈ ലാഭവിഹിതം അല്ല നോക്കിയത്, അതൊക്കെ നിങ്ങളുണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള അതിഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് അന്നും ഇന്നും ഞങ്ങൾ ആ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വിമർശനമുണ്ട്. അത് വെറുതെ ഉണ്ടാക്കിയതല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് മാത്രമല്ല BJPക്കും താല്പര്യമുണ്ട്. ഡൽഹിയിൽ നിന്നൊരു പത്രപ്രവർത്തകർ ഇന്നലെ എന്നോട് ചോദിച്ചു, അല്ല ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമെല്ലാം കുത്തക മുതലാളിമാരായ അദാനിയെയും അംബാനിയെയും ഒക്കെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഈ കോൺഗ്രസും ഇപ്പോഴും BJP ഉൾപ്പെടെയാണ് അദാനിയെയും അംബാനിയെയും ടാറ്റയെയും ബിർളയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ ഭരണകൂട വ്യവസ്ഥയെ തന്നെ ഉപയോഗിച്ച് നിർബന്ധപൂർവം മുന്നോട്ടേക്ക് നയിച്ചത് എന്ന കാര്യം മറക്കണ്ട. ഗവൺമെൻറ് ഇല്ലാണ്ട് എന്തെങ്കിലും തോന്നിയ പോലെ പറഞ്ഞാൽ പോരാ. ആരാ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിലെ 87% സമ്പത്ത് 1%-ൻ്റെ കയ്യിലെത്തിച്ചത്? 5 കയ്യിലാണ് 20% സമ്പത്ത് ഈ ഇന്ത്യയിൽ. ഞാൻ ഒന്നും കൂടി കണക്ക് പറയാം, 20% സമ്പത്ത് ഇന്ത്യയിലാകെയുള്ള സമ്പത്തിൻ്റെ 20% ഇന്ത്യയിലുള്ള 5 ആളുകളുടെ കയ്യിലാണ്.
ഈ അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഉൾപ്പെടെ 5 ആള് കേട്ടോ. എന്നിട്ട് ഇവിടെ വീമ്പിളക്കി പ്രസംഗിക്കുകയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ. ഞങ്ങൾ മുതലാളിമാർക്ക് കുത്തകകൾക്കെതിരാണ്. നിങ്ങളാണ് ഇവരെ വളർത്തിയെടുത്തത്. നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ആ സമീപനം കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണ്. അന്നും അതെ, ഇന്നും അതെ. BJP അത് പ്രകോപനപരമായ രീതിയിൽ അദാനിക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ പിന്നെ പത്രക്കാർക്കൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഞാനതിൻ്റെ മറ്റ് വിശകലനത്തിലേക്കൊന്നും കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്.